ഹലോ, അസ്സലാമലൈക്കും. അപ്പം ഇന്ന് ഞായറാഴ്ച കേട്ടോ, ഒന്ന് റെഡ് അലർട്ടൊക്കെ ആണല്ലോ. അപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ ഇരുന്നും കിടന്നൊക്കെ സമയം കളഞ്ഞു. പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിച്ചണിലേക്ക് വന്നിട്ട് രാത്രി കഴുകി വെക്കുന്ന പാത്രങ്ങളാട്ടോ അതൊക്കെ രാവിലെ ഉണങ്ങിയാലും എടുത്തു വെക്കും. പിന്നെ ഞാൻ കടല പിന്നെ ചായയൊക്കെ ഗ്യാസ് മേൽ വെച്ച് കൊടുത്തുകൊണ്ട് മുറ്റടിക്കാൻ നിന്ന്. അപ്പം മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഒരുപാട് പിന്നെ ഇലകളൊക്കെ ചാടി കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കി കോഴിനെയും തുറന്നു വിട്ട് വീണ്ടും വന്നിട്ട് പുട്ട് സെറ്റാക്കി, അതുപോലെ കടലക്കറി റെഡിയാക്കി. ഇവിടെ റാഗി പുട്ട് ഉണ്ടാക്കിയിട്ട് അത് എനിക്ക് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് അരി കൊണ്ടുള്ള പുട്ടും. അപ്പൊ ഞങ്ങൾ പുട്ടും കടലക്കറിയൊക്കെ ആയപ്പോൾ ചായയൊക്കെ ഒന്ന് കുടിച്ചു. പിന്നെ ഞാൻ ആകെ ഒന്ന് അടിച്ചാരിട്ട് കൊടുത്തിട്ടോ, മോള് തുടച്ചോളും. പിന്നെ ഇതാ ഉച്ചക്കിലേക്കുള്ള റൈസൊക്കെ റെഡിയാക്കാൻ പോവാണ്. അപ്പൊ അത് ബസ്മതി റൈസാണ് കേട്ടോ. അപ്പൊ അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം അരിയൊക്കെ വേവിച്ചു ഊറ്റി വെച്ചു. ഇനി ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. ഇന്ന് ചിക്കൻ പൊരിച്ചിട്ടുള്ള കറിയാണ് കേട്ടോ, ഫ്രൈ ആക്കിയിട്ടുള്ള കറിയാണ്. പിന്നെ വെജിറ്റബിൾ ഒക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ മോള് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഇതാ പിന്നെ നമ്മുടെ എഗ്ഗൊക്കെ ചിക്കി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്നാ വിചാരിച്ചിട്ടോ. അതാകുമ്പോൾ ഒരുപാട് നെയ്യ് എണ്ണ ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പൊ നമുക്ക് റൈസ്, ഒരു സ്പെഷ്യൽ റൈസും ആവും, ചിക്കൻ്റെ കറി ഉണ്ടല്ലോ. അപ്പൊ ഇതാ എഗ്ഗൊക്കെ ചിക്ക് ചെയ്തിട്ടു, വെജിറ്റബിൾ ഒക്കെ ഇട്ടു, നമ്മൾ റൈസ് റെഡിയായി, കറി ഇവിടെ റെഡിയായി. അപ്പൊ കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ഞാനും മക്കളും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കുറേ നേരം അവിടെ ഉറക്കം തൂങ്ങിയിരിക്കുക. അപ്പം എൻ്റെ മോന് വന്ന് വീഡിയോ എടുത്തതാ. പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു കേട്ടോ. ഇന്ന് ഉറങ്ങാനും കിടക്കാനും ഒന്നും പറ്റൂല. ഇന്ന് കുടുംബശ്രീ ഉണ്ട് കേട്ടോ. 4 മണിയായപ്പോൾ ഞാൻ കുടുംബശ്രീക്ക് വേണ്ടി പോവാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ തന്നെ ഒരു വലിയ വെള്ളത്തിലേക്ക് കേട്ടോ. അതൊക്കെ കണ്ടോ, ഇറങ്ങണോട് തന്നെ ഭയങ്കര ഒരു തോട് കണക്കെ വെള്ളമുണ്ട്. ഇപ്പോഴത്തെ ഈ നല്ല മഴ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ള കോരി ചൊരിയുന്ന മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഇവിടെ വരും വെള്ളമാണ്. അപ്പൊ അത് വെള്ളം മഴയില്ലാത്തപ്പോൾ റോഡും അല്ലാത്തപ്പോൾ ഒരു തോട് കണക്കെയാണ്. പക്ഷെ എങ്കിലും രസാട്ടോ, അത് ആസ്വദിച്ച് ഇങ്ങനെ ഇതിൽ കളിക്കാനും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുടുംബശ്രീ ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വിശേഷം